JP തുമ്മിനാട് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച് തിയേറ്ററുകളിലെത്തിയ കന്നഡ ചിത്രം സൂ ഫ്രം സോ. സുലോചന ഫ്രം സോമേശ്വരം ഒരു ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. ഭയങ്കര രസകരമായിട്ട് എൻജോയ് ചെയ്ത് ത്രൂ ഔട്ട് പോകുന്ന ഒരു പടമാണ്. ഒരു നാട്ടും പുറത്തും അവിടെ നടക്കുന്ന ഒരു കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെ വെച്ചിട്ടുള്ള ഒരു പടമാണ്. കുറച്ച് ഹൊറർ എലമെന്റ്സ് ഒക്കെ ഉണ്ട്. എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന, മുൻകാലങ്ങളിൽ മലയാളത്തിലൊക്കെ വന്നിട്ടുള്ള ഒരു നാട്ടിൻപുറത്തെ എസ്റ്റാബ്ലിഷ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. അവിടെ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ, അവിടുത്തെ കഥാപാത്രങ്ങൾ, അങ്ങനത്തെ നാടും നാട്ടാരുമായിട്ടുള്ള ഒരു പരിപാടിയാണ് പിടിച്ചിരിക്കുന്നത്. അത് പൊതുവെ കന്നഡ സിനിമയിൽ കാണാത്തൊരു രീതിയാണ്. പക്ഷെ അത് ഭയങ്കര രസമായിട്ട് ഈ പടത്തിന്റെ അകത്ത് വന്നിട്ടുണ്ട്. ആ ഒരു പുതുമ പരിഗണിക്കാവുന്നതാണെന്ന് തോന്നി. പക്ഷെ അതിനുശേഷം വരുന്ന ഇടങ്ങളിലൊക്കെ, ചില ഇടങ്ങളിലൊക്കെ മീറ്റർ താഴോട്ട് പോകുന്നുണ്ട്. പടം അത്രയും എൻഗേജിങ് ആയിട്ടൊന്നും എല്ലാ ഇടങ്ങളിലും ഒരുപോലെ വർക്ക് ചെയ്തായിട്ട് ഫീൽ ചെയ്തില്ല. കഥാപാത്രങ്ങളുടെ എക്സ്പ്രഷനിലും കുറച്ചും കൂടി ഒരു ഡ്രാമ ഫീൽ ചെയ്തു, ഒരു ഓവർ ആക്ടിംഗ് ഒക്കെ പോലെ ഫീൽ ചെയ്തു. പക്ഷെ അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എൻജോയ് ചെയ്യാൻ പറ്റുന്ന തമാശകളുണ്ട്, നന്നായി ചിരിക്കാൻ പറ്റുന്ന പെർഫോമൻസുകളുണ്ട്. രാജ്ബി ഷെട്ടി പോലുള്ള പ്രധാന കഥാപാത്രങ്ങൾ ഈ പടത്തിന്റെ അകത്തുണ്ട്. ഭയങ്കര രസകരമായിട്ടൊക്കെ ഫൺ കാര്യങ്ങളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ടോട്ടലി ഒരു ആവറേജിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് സൂ ഫ്രം സോ എനിക്ക് അനുഭവപ്പെട്ടത്.